അസ്സലാമു അലൈക്കും. ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 4ാമത്തെ ചാപ്റ്ററായ യുഹിബ്ബു ജാബിറുൻ അന്നല്ലാഫുത്ത എന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷനുമായിട്ടാണ്. ഈ വീഡിയോയിൽ ഓരോ വാക്കുകളുടെയും അർത്ഥസഹിതം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. യുഹിബ്ബു ജാബിറുൻ അന്നല്ലാഫുത്ത, ജാബിർ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. യസ്തയ്ഖിളു ജാബിറുൻ മിനൻ നൗമി മുബക്കിറൻ, ജാബിർ ഉറക്കിൽ നിന്നും നേരത്തെ എഴുന്നേൽക്കുന്നു. യുനല്ലഫു ജാബിറുൻ അൽ അസ്നാൻ, ജാബിർ പല്ല് വൃത്തിയാക്കുന്നു. യതവല്ലഉ ജാബിറുൻ വയുസല്ലി സുബ്ഹ്, ജാബിർ വുളൂ ചെയ്യുകയും സുബ്ഹ് നിസ്കരിക്കുകയും ചെയ്യുന്നു. യഖ്റഉ ജാബിർ അൽ ഖുർആന, ജാബിർ ഖുർആൻ ഓതുന്നു. യദുറുസു ജാബിറുൻ ദുറൂസഹു, ജാബിർ അവൻ്റെ പാഠങ്ങൾ പഠിക്കുന്നു. യശ്റബു ജാബിർ അഷ്ഷായ അവിൽ ഖഹ്വ, ജാബിർ ചായയോ കാപ്പിയോ കുടിക്കുന്നു. ഖഹ്വത്ത് എന്ന് പറഞ്ഞാൽ കാപ്പി എന്നാണ് അർത്ഥം. യസ്തഹിമ്മു ജാബിറുൻ വയദ്ഹബു ഇലൽ മദ്രസത്തി, ജാബിർ കുളിക്കുകയും വിദ്യാലയത്തിലേക്ക് മദ്രസയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ പദങ്ങളാണ് ഈ പാഠത്തിൽ പ്രധാനമായും പറയുന്ന അറബി വാക്യങ്ങൾ. ഇനി താഴെ നോക്കൂ. യശ്റബു ജാബിറുൻ അഷ്ഷായ, ഇന്ന് നമ്മൾ മുകളിൽ വായിച്ചല്ലോ. ഇതിൽ യശ്റബു എന്നുള്ളത് ഫിയലാണ്, അവിടെയുള്ള പ്രവൃത്തിയാണ്. യശ്റബു ചായ കുടിക്കുന്നു, കുടിക്കുന്നു. കുടിക്കുക എന്നുള്ളത് അവിടെയുള്ള ഒരു പ്രവൃത്തിയാണ്. ജാബിർ എന്നത് ഫായിലാണ്. ഫായിൽ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്ത ആൾ. ഓക്കെ, അഷായ എന്ന് പറഞ്ഞാൽ ഇവിടെ മഫ്ഊലാണ്. എന്താണോ പ്രവൃത്തി ചെയ്യപ്പെട്ടത് അതാണ് മഫ്ഊൽ. അപ്പോൾ ഇവിടെയുള്ള പ്രവൃത്തി യശ്റബു എന്നായിരുന്നു, കുടിക്കുക എന്നായിരുന്നു. എന്താണ് കുടിക്കപ്പെട്ടത്? ചായയാണ്, അഷായ. അതിനാണ് നമ്മൾ മഫ്ഊൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് നോക്കൂ. തശ്റബു ജലീലത്തുൻ അൽ ഹലീബ, തശ്റബു. തശ്റബു എന്നുള്ളത് ഫിയലാണ്. ജലീല എന്നുള്ളതോ ഫായിൽ. ഇവിടെ ഉള്ള പ്രവൃത്തി ചെയ്ത ആളെയാണ് നമ്മൾ ഫായിൽ എന്ന് പറയുന്നത്. ഹലീബ് എന്ന് പറഞ്ഞാലോ മഫ്ഊലാണ്. ഓക്കെ, നെക്സ്റ്റ് നാസിർ പാഠം വായിക്കുന്നു. യഖ്റഉ നാസിറുൻ അദ്ദറസ, ഇതിൽ യഖ്റഉ എന്നുള്ളത് ഫിയല്, നാസിർ എന്നുള്ളത് ഫായില്, ദറസ് എന്നുള്ളത് മഫ്ഊല്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ എന്താണോ പ്രവൃത്തി ചെയ്യപ്പെട്ടത് അതിനെയാണ് നമ്മൾ മഫ്ഊൽ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഫിയല് യഖ്റഉ വായിക്കുക എന്നായിരുന്നു. എന്താണ് വായിക്കപ്പെട്ടത്? പാഠത്തെയാണ്. പാഠം എന്നാണ് ഇവിടെയുള്ള മഫ്ഊല്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. നാജിയ കത്ത് എഴുതുന്നു. നാജിയ കത്ത് എഴുതുന്നു. ഇതിൽ നാജിയ എന്നുള്ളത് ഫായിലാണ്, അവിടെയുള്ള പ്രവൃത്തി ചെയ്ത ആളാണ്. കത്ത് എന്നതോ റിസാലത്ത് മഫ്ഊലാണ്, ചെയ്യപ്പെട്ട ജോലിയാണ്. എഴുതുക, എഴുതുന്നു എന്നുള്ളത് തക്തുബു, അത് ഫിയലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ആൺകുട്ടി വൃദ്ധനെ സഹായിക്കുന്നു. യൻസുറു അൽ വലദു അൽ അജൂസ, യൻസുറു എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നു. അൽ വലദു ആൺകുട്ടി, അൽ അജൂസ് വൃദ്ധനെ, വയസ്സായ ഒരാൾ, പ്രായമായ ഒരാളെ. ഓക്കെ, ഇതിൽ യൻസുറു എന്നുള്ളത് ഫിയലും അൽ വലദു എന്നുള്ളത് ഫായിലും അൽ അജൂസ് എന്നുള്ളത് മഫ്ഊലുമാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. പെൺകുട്ടി പല്ലുകൾ വൃത്തിയാക്കുന്നു. തുനല്ലിഫു അൽ ബിന്തു ലസ്നാൻ, തുനല്ലിഫു എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുന്നു. അൽ ബിന്ത് പെൺകുട്ടി, അൽ സ്നാൻ പല്ലുകൾ. ഇതിൽ തുനല്ലിഫു എന്നുള്ളത് ഫിയലും അൽ ബിന്തു എന്നുള്ളത് ഫായിലും അൽ അസ്നാൻ എന്നുള്ളത് മഫ്ഊലുമാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഫസ്റ്റ് എന്താണ്? നഖ്റഉ, നമുക്ക് വായിക്കാം. ഒന്നാമത്തേത് എന്താണ്? യുസല്ലിൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു. 2, യറൂഹുൽ ഹുജ്ജാജു ഇലൽ മദീനത്തിൽ മുനവ്വറ, ഹുജ്ജാജ് എന്ന് പറഞ്ഞാൽ ഹാജിമാർ, ഹാജിമാർ പരിശുദ്ധ മദീനയിലേക്ക് യാത്ര പോകുന്നു.
3 യഖ്റഉൽ വാലിദുൽ ജരീദത്തൽ യൗമിയ. പിതാവ് ദിനപത്രം വായിക്കുന്നു. ജരീദത്തുൽ യൗമിയ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ, ദിനപത്രം. നെക്സ്റ്റ്, അല്ലാഹു ജമീലുൻ ഹുവ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. നുക്കമ്മിലു ബിൽ മുനാസബത്തി. യോജിച്ചവ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. ബ്രാക്കറ്റിൽ നമുക്ക് തത്തവല്ലഉ, തത്ലുഉ, ഹെളറ എന്നെല്ലാം തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ഹെളറ തുല്ലാബു ഫിൽ മൈദാൻ. വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിൽ ഹാജരായി. നമ്മൾ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ എല്ലാ കുട്ടികളും കൂട്ടുകാരും ഒരുമിച്ച് കൂടുമല്ലോ, അതുപോലെ വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിൽ ഹാജരായി. രണ്ടാമത്തേത് എന്താണ്? തത്തവല്ലഉൽ ഉമ്മു. ഉമ്മ വുളൂ ചെയ്യുന്നു. 3 തത്ലുഉ ശംസു മിനൽ മശ്രിഖി. സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. നുൻഷിഉ ബഅ്ലൽ ജുംലി മിനൽ ആത്തിയ. താഴെ തന്ന ചില വാചകങ്ങൾ ഉണ്ടാക്കാം. താഴെ തന്നവയിൽ നിന്ന് നമുക്ക് ചില വാചകങ്ങൾ ഉണ്ടാക്കാം. എജ്ലിസു, യദ്ഹബു, അൽ വലദു, അർ റജുലു, ഇല അൽ മദ്രസത്തി, തുസല്ലി, അസ്സുബ്ഹ്, ഇന്ദ, അൽ ഉഖ്തു, അൽ ജിദാർ, അസൂഖു. ഇനി ഒന്നാമത്തേത് എന്താണ്? യജ്ലിസു റജുലു ഇൻദൽ ജിദാർ. യജ്ലിസു റജുലു ഇൻദൽ ജിദാർ. പുരുഷൻ മതിലിൻ്റെ അല്ലെങ്കിൽ ചുമരിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. 2 യദ്ഹബുൽ വലദു ഇലൽ മദ്രസത്തി. കുട്ടി മദ്രസയിലേക്ക് പോകുന്നു. 3 തുസല്ലിൽ ഉഖ്തു അസ്സുബ്ഹ്. സഹോദരി സുബ്ഹ് നിസ്കരിക്കുന്നു. 4 യദ്ഹബു റജുലു ഇല സൂഖി. പുരുഷൻ അങ്ങാടിയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്ന പ്രധാന ആശയങ്ങളും ഇതിൻ്റെ തദ്രീബാത്തും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.